ഹലോ ചക്കരക്കുട്ടികളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ ഭയങ്കര മഴയാട്ടോ. രാവിലെ മുതൽ തോരാത്ത മഴയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നുന്നത്, കിച്ചൺ അങ്ങോട്ട് ഡീപ്പ് ക്ലീൻ ചെയ്താലോ. അല്ലെങ്കിലും ഇങ്ങനെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്തേക്കണേ. അപ്പം ഞാൻ വിചാരിക്കുന്നത് അടുക്കള മൊത്തത്തിലൊന്ന് നന്നായിട്ട് തൂത്ത് തുടച്ചെടുക്കാമെന്നാണ്. കൗണ്ടർ ടോപ്പൊക്കെ ഡെയിലി പാചകം ചെയ്യുമ്പോഴും നന്നായിട്ട് വൃത്തിയായിട്ട് ഞാൻ തുടച്ചെടുക്കാറുണ്ട്. എങ്കിലും ഇന്ന് ഞാൻ അവിടെ നിന്നുള്ള കംപ്ലീറ്റ് പാത്രങ്ങളും എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഒരു പ്രാവശ്യം നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യണേന്നറിയോ, നമ്മുടെ തുണി മുക്കുന്ന കംഫർട്ടില്ലേ, അത് ഒഴിച്ചിട്ട് ഒന്നുകൂടി അതിൻ്റെ മുകളിലെല്ലാം തുടയ്ക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിനകത്ത് നല്ലൊരു മണവും ഉണ്ടാകും. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഈച്ചകൾ വരില്ലേ, ഇപ്പോൾ അതുങ്ങൾ വരില്ല കേട്ടോ. പുറത്തുനിന്ന് വന്ന് നമ്മളിങ്ങനെ അടുക്കളയിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. ഈ കംഫർട്ട് പല പല ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ടല്ലോ, നമുക്കിഷ്ടമുള്ളത് വാങ്ങിച്ച് ഉപയോഗിക്കാമല്ലോ. പിന്നെ ഇല്ലേടാ, എൻ്റെ അടുക്കള വളരെ ചെറുതാട്ടോ, ഒരു ഇച്ചിരി ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരാൾക്ക് നിന്ന് പെരുമാറാനുള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും ഉള്ള സ്ഥലം എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം വൃത്തിയായിട്ട് ഞാൻ വെക്കാറുണ്ട്. കാണുന്ന ആരും വിചാരിക്കല്ലേ കേട്ടോ, ഇതെന്നാ ഡീപ്പ് ക്ലീനിങ് ആണ്, ഇതാണോ ഇതിന് മാത്രം ഡീപ്പ് ക്ലീനിങ് ചെയ്യാനുള്ളതെന്നൊക്കെ. ഞങ്ങളുടെ ഒരു പഴയ വീടാണ്. പഴയതാണെങ്കിലും പുതിയ മോഡേൺ കിച്ചൺ ആണെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കുമല്ലേ. ഇതുപോലത്തെ കുട്ടി കുട്ടി ക്യൂട്ട് ഐറ്റംസൊക്കെ മീഷോയിൽ നല്ല വിലക്കുറവിൽ കിട്ടുമല്ലോ. അവിടെ നിന്നാട്ടോ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ചെറിയ അടുക്കളയാണെങ്കിലും നമ്മുടെ അടുക്കളയ്ക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ കിട്ടുവേ. ചെറിയൊരു മണി പ്ലാന്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ കുഞ്ഞടുക്കള എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറഞ്ഞോട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അത്രയേ ഉള്ളൂ. പിന്നെ കാണാവേ. ടാറ്റാ.